ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് ഉണ്ട് ഉണ്ട് വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു സംരംഭമാണ്. വേസ്റ്റ് കേരളത്തിന്റെ ഒരു പ്രധാന പ്രശ്നമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ബോധവൽക്കരണം ഒരുപാട് നടത്തുന്നുണ്ടെങ്കിലും അതിന്റെ വേസ്റ്റിന്റെ പ്രശ്നം അത് ഇപ്പൊ കേരളം അതിന്റെ ഒരു പരിഹാരം കണ്ടെത്തി എന്ന് ഇതിൽ നിന്ന് ഉദാഹരിക്കുകയാണെന്ന് തോന്നുന്നു. എങ്കിൽ നമുക്കൊക്കെ ഒരു ആശ്വാസമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. നല്ലൊരു വിഷയം തന്നെ ഇത്. അതിൻ്റെ കൂടെ ഒരു വെരി കോൺഫിഡൻറ്റ് പ്രസിഡന്റ് എന്നുള്ളത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എനിക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങളുള്ളത്. ഒന്ന്, ഇത് ആ പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട വിഷയമായി തീർന്നത് എങ്ങനെയെന്നുള്ളതാ. 2000 കാലഘട്ടമൊക്കെ വരെ പഞ്ചായത്തിന്റെ പൊതുവായിട്ട് വരുന്നത് പഞ്ചായത്തും ചെയ്തിരുന്നത് റോഡിന്റെ സൈഡിലൊക്കെയാണ്. ഞങ്ങൾക്ക് അന്ന് പഞ്ചായത്തിന് സ്ഥലവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ റോഡിന്റെ സൈഡിലാണ് പഞ്ചായത്തിന്റെ പൊതുവായിട്ട് വിവിധ ഭാഗങ്ങളിൽ വേസ്റ്റ് പിൻ വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തട്ടിയിരുന്നത് തന്നെ നമ്മളും തെറ്റാണ് പഞ്ചായത്ത് ചെയ്തിരുന്ന സ്ഥലമില്ലാത്തതുകൊണ്ട് റോഡിന്റെ സൈഡിലൊക്കെയാണ് കൊണ്ട് തട്ടിയിരുന്നത്. അപ്പം സത്യത്തിൽ ജനങ്ങളും പ്രതികരിച്ചിരുന്നു. പിന്നെ ഈ വേസ്റ്റ് കൊണ്ടുവരാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ദിവസം വേസ്റ്റ് പിന്നീന്ന് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം വരുന്നത് അതിൽ കൂടുതലാണ് വേസ്റ്റുകൾ ഇങ്ങനെ വരുന്നത്. ഞങ്ങള് ഇവിടെ തിരുവനന്തപുരത്ത് ചെയ്യുന്ന മാതിരി കാറിൽ വന്നിട്ട് വേസ്റ്റ് റോഡിലിട്ടിട്ട് പോവും. ഉണ്ട്. നമ്മുടെ പഞ്ചായത്ത് മാത്രമല്ല, ശരിക്കും അറിയാവുന്ന പറയാന്ന് വെച്ചാൽ ഇവിടെ ഒക്കെ പറയാൻ പാടുണ്ടോന്ന് അറിയണില്ല. ഒരു അധ്യാപകൻ വരെ കൊണ്ടുവന്നിടുന്നത് ഞങ്ങളെ കണ്ടിരിക്കുന്നതാണ്. കുറെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരം പ്ലാന്റ് സാധിച്ചത്. എന്തായാലും നല്ല രീതിയിൽ പ്ലാന്റ് വർക്ക് ചെയ്യാൻ കഴിയുന്നു. അതില് ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം ജനങ്ങളിൽ നിന്ന് ഈ ഒരു ആവശ്യം വന്നിട്ടുണ്ടോ? ഗ്രാമസഭകളിൽ നിന്ന് നിർദ്ദേശം വന്നിരുന്നു. കേരളത്തിന്റെ ലൂർദ് എന്നറിയപ്പെടുന്നതാണ് കൊരറ്റുമുത്തിയുടെ തിരുനാള്. ആ ദേവാലയത്തിന്റെ മുന്നിൽ തന്നെ നമ്മളൊരു വേസ്റ്റ് ബിൻ പണ്ടേ വച്ചിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ വന്നുകൂടുമ്പോൾ നമ്മൾക്കും വല്ലാത്തൊരു സങ്കടമാണ് തോന്നിയിരുന്നത്. ഒരു ദേവാലയത്തിനോടുള്ളൊരു കൂറ് നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ. അങ്ങനെ ഗ്രാമസഭകളിൽ നമ്മൾ പറഞ്ഞു, 2 ഗ്രാമസഭകളിൽ പറഞ്ഞു. അതിന് വേണ്ട നേട്ടങ്ങൾ കിട്ടിയില്ല. വീണ്ടും ഗ്രാമസഭകൾ പറഞ്ഞു ഇതുപോലെ തന്നെ പിഴ ചുമത്തും. ഇപ്പോൾ 10,000 രൂപയാണ് പെട്ടെന്നുള്ളൊരു പിഴ, അതിനുശേഷം നടപടിയൊക്കെ സ്വീകരിക്കും എന്ന് പറഞ്ഞ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒരു ബോർഡൊക്കെ അവിടെ കൊണ്ടുവച്ച് ഇവിടെ വേസ്റ്റ് ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവച്ചിരുന്നു. പക്ഷെ വീണ്ടും അങ്ങനെ തന്നെ വന്നിരുന്നു. വീണ്ടും ഗ്രാമസഭകളിൽ ഇത് പറഞ്ഞു പിഴ ചുമത്തും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, കാരണം നമ്മൾ ഫോട്ടോ ഒക്കെ പിടിക്കും, അത് ആരുടെയാണോ എന്നുള്ളത് കണ്ടുപിടിച്ച് ഇപ്പോൾ അത് നല്ല രീതിയിൽ വന്ന് നോക്കാവുന്നതേ ഉള്ളൂ. അവിടെ യാതൊരു വേസ്റ്റും ഇല്ല, നല്ല രീതിയിൽ നല്ല വൃത്തിയുള്ളതായിട്ട് തന്നെ കൊടുക്കുന്നു. നമ്മൾ വീടുകളിലേക്ക് കൊടുത്തിരിക്കുന്നത് ഒരു MQവിൻ്റെ ആണ്. അതിന് ടോട്ടൽ കോസ്റ്റ് വരുന്നത് 10,000 രൂപയാണ്. അപ്പോൾ 2006 തുടങ്ങി നമ്മളിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് കൊടുത്തിരുന്നു. ആദ്യമൊക്കെ പറഞ്ഞപ്പോൾ ജനങ്ങൾക്കത് എന്താണ് എന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റൊക്കെ ഞങ്ങളുടെ വീടുകളിലൊക്കെ വെച്ചു അങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ വരുന്നത് 2006 അതിൻ്റെ വിഹിതം 5,000 രൂപ, അതിൻ്റെ 50% സബ്സിഡി കൊടുക്കാമായിരുന്നു പഞ്ചായത്തിന്. അപ്പോൾ 10,000 രൂപയുടെ 5,000 രൂപ പഞ്ചായത്തിൻ്റെ വിഹിതവും ബാലൻസ് അവരുടെ വിഹിതവും അത് ബയോടെക് ആണ് അതിൻ്റെ നിർവഹണ ഏജൻസി ആയിരുന്നത്. അപ്പം അവർ അതിന് 2,800 രൂപ ഒരു പ്രോത്സാഹനമായിട്ട് കൊടുത്തിരുന്നു. ബാലൻസ് വരുന്ന 1,800 രൂപയും മറ്റുമാണ് ഗുണഭോക്താക്കൾ അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആദ്യഘട്ടം എന്നോണം 64 വീടുകളിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞു. പിന്നീട് ഇതിൻ്റെ സൗകര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ തീയൊന്നും അടുപ്പിൽ വിറകൊന്നും കത്തിക്കണ്ട. നമ്മളുടെ 2-3 കാര്യങ്ങളാണ് അതിൽ നടക്കുന്നത്. കാരണം വലിച്ചെറിഞ്ഞ് ഈച്ചയും കൊതുകൊക്കെ വന്നിരിക്കാതെ ആ വലിച്ചെറിഞ്ഞ് നമുക്ക് യാതൊരു ഉപകാരമില്ലാത്ത വസ്തുവിനെ ആണ് ഈ പ്ലാന്റിലേക്ക് ഒഴിക്കുന്നത്. വീട്ടമ്മ നല്ല ശ്രദ്ധയോടുകൂടി 2 ബക്കറ്റ് വെക്കും. അതിൽ ചായക്കൊറ്റൻ വരെ എല്ലാം, കുഞ്ഞുമക്കൾ കളയുന്ന വേസ്റ്റ്, ചോറ് എല്ലാം അതിൽ പ്ലാസ്റ്റിക് ഒഴികെ എല്ലാം ഈ ബക്കറ്റിൽ സൂക്ഷിക്കുകയും പ്ലാസ്റ്റിക് ഒക്കെ മറ്റൊരു ബക്കറ്റിലേക്ക് സൂക്ഷിക്കുക. അപ്പോൾ ഇതിൽ വരുന്ന അടുക്കളയിൽ വരുന്ന കഞ്ഞിവെള്ളം, കാടി, മത്സ്യമാംസം കഴുകുന്ന വെള്ളം, പച്ചക്കറീൻ്റെ വേസ്റ്റ്, പിന്നെ അടുക്കളയിൽ വരുന്ന എല്ലാ വേസ്റ്റുകളും അതിങ്ങനെ നിക്ഷേപിച്ച് ഈ പ്ലാന്റിലേക്ക് ഒഴിക്കുന്നു. അതിൽ നിന്ന് ഇപ്പോൾ ഒരു ദിവസം 3 മണിക്കൂർ നമ്മളുടെ ഈ വേസ്റ്റ് ഒഴിക്കുന്നതുകൊണ്ട് അതിൽ 3 മണിക്കൂർ അതിൻ്റെ പാചകവാതകത്തിനുള്ള ഗ്യാസ് ലഭിക്കുന്നുണ്ട്. അതിൽ നിന്ന് വരുന്ന സ്ലറി, അത് പച്ചക്കറികൾ പഞ്ചായത്ത് എൻ്റെ വനിതകൾക്ക് 10% 12% പഞ്ചായത്ത് കൊടുക്കാറുണ്ട്, വിനിയോഗിക്കാറുണ്ട്. ആ വരുന്ന പഞ്ചായത്ത് അതിന് ഉൽപാദന മേഖലയിൽ വീട്ടുവളപ്പിൽ പച്ചക്കറി കൃഷി എന്നുള്ള രൂപത്തിൽ 500 രൂപ സബ്സിഡി കൊടുത്തുകൊണ്ട്, അപ്പോൾ ഈ സ്ലറി മാത്രം ഉപയോഗിച്ചിട്ട് വാഴയും എല്ലാം പൂന്തോട്ടം അത് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഗുണം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും ഇങ്ങനെ ജനങ്ങൾ ഇപ്പോൾ മറ്റുള്ള പഞ്ചായത്തുകളിൽ നിന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 535 വീടുകളിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞു. പഞ്ചായത്തിൻ്റെ പൊതുവെയുള്ള നേട്ടങ്ങളെല്ലാം നന്നായിരിക്കുന്നു. താങ്ക് യു സർ. വിശേഷിച്ചും പ്ലാൻ ഫണ്ട് വിനിയോഗത്തിൽ 91% ചെലവാക്കിയിരിക്കുന്നു. അത് നല്ല കാര്യം. താങ്ക് യു. ഖരമാലിന്യങ്ങളെ മുഴുവൻ വളമാക്കി മാറ്റി ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ നീർത്തട പദ്ധതിയിലൂടെ ഇറിഗേഷൻ കൊണ്ടുവന്നു.
നെല്ല് വന്നു, വാഴ വന്നു, അങ്ങനെയുള്ള നേട്ടങ്ങളെല്ലാം പൊതുവായി പറഞ്ഞത് അല്ലാതെ ഇത് ഏതെങ്കിലും ഇതൊന്ന് ക്വാണ്ടിഫൈ ചെയ്ത് നിങ്ങൾ അവതരിപ്പിക്കണം. 38 ഏക്കർ ഭൂമി തരിശായി കിടന്നത് ഇപ്പോൾ അതിന്റെ 12% നമുക്ക് വീണ്ടും അതിന്റെ ഉൽപാദനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പറയാൻ കുറേയുണ്ട്. ആദ്യത്തിൽ ഒരുപാട് ഐ ഫീൽ വെരി പ്രൗഡ് ബിക്കോസ് മറ്റു പഞ്ചായത്ത് കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിലുള്ള ലോജിക്കും തറോനസും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു ചോദ്യമുള്ളത്, ഈ എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നതിൽ ഇൻസിനറേറ്റേഴ്സ് ക്രിയേറ്റ് പൊല്യൂഷൻ, അതിന് മെഷർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ഇസ് ദെയർ എ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ടു ഇറ്റ്? പൊല്യൂഷന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അതിൽ നമ്മൾ ദ്രവിച്ചു പോകുന്നത് മാത്രമാണ് കത്തിക്കുന്നത്. അതിലെ മറ്റേ പ്ലാസ്റ്റിക് നമ്മൾ നീക്കിയെടുത്ത് ഇപ്പോൾ അതാ നമ്മൾക്ക് ഒരു പ്രോജക്റ്റിന് അംഗീകാരം കിട്ടിയിട്ടുണ്ട്, ഷണ്ടിങ് മെഷീൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഇത് പൊടിച്ചെടുത്ത് ടാറിങ്ങിന് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ പൊല്യൂഷൻ വരുന്നില്ല, കാരണം നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കുന്നില്ല. പ്ലാസ്റ്റിക് തിരിച്ചെടുത്തിട്ടാണ് ദ്രവിച്ചു പോകുന്ന വേസ്റ്റ് മാത്രമാണ് നമ്മൾ കത്തിക്കുന്നത്. വിധി അറിയാനുള്ള സമയമാണ്. ജഡ്ജസിലേക്ക് മാർക്ക് പറയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് വാചകങ്ങളിൽ ഇതൊന്ന് സമർപ്പിക്കാം. ഒന്നാമത് ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ളതിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ, അതൊരു നല്ല കാര്യമാണ്. രണ്ടാമതായിട്ട് വേസ്റ്റ് മാനേജ്മെന്റിന്റെ പുതിയ വെല്ലുവിളികളും കൂടിയുണ്ട്. ബാറ്ററി, ഇലക്ട്രോണിക് വേസ്റ്റ്, മറ്റ് ഈ ഓട്ടോമൊബൈൽ പാർട്സിന്റെ വേസ്റ്റ്, ഇതെല്ലാം കൂടാൻ പോവുകയാണ്. അപ്പോൾ ഒരു സുസ്ഥിരമായിട്ടുള്ളൊരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് ഇനി വന്നുകൊണ്ടിരിക്കുന്ന പുതിയ വേസ്റ്റുകളെ കൂടി നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. അപ്പം ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളത് ഗോഡ്സ് ഓൺ വേസ്റ്റ് ലാൻഡ് എന്നാവരുതല്ലോ. അപ്പം അതിനൊരു മാതൃകയായിട്ടാണ് ഞാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കാണുന്നത്. പിന്നെ പ്രസിഡന്റ് ഒരു മുഴുവൻ സമയം രാഷ്ട്രീയമാണോ അതോ വേറെ ജോലികളുണ്ടോ? മുഴുവൻ സമയം രാഷ്ട്രീയമാണ്. മുഴുവൻ രാഷ്ട്രീയമാണ്. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ പ്രതിഫലനമായിരിക്കുന്നുണ്ട് പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും കൊരട്ടി ഈ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു നല്ലൊരു ഉദാഹരണമാണ്. അത് കുറേ കൂടി അവർക്ക് ഇനിയും വികസിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാനിവിടെ മാർക്ക് കൊടുത്തിരിക്കുന്നത് അവർക്ക് 15-ൽ 12.5. 15-ൽ 13. 7.5. 7.5 മാർക്ക്. 8. കൊരട്ടി ഗ്രാമപഞ്ചായത്തിന് കിട്ടുന്നു 48.5 മാർക്ക്. നിങ്ങളും കൊരട്ടി ഗ്രാമപഞ്ചായത്തിനെ കുറിച്ചുള്ള വീഡിയോകളും ദൃശ്യങ്ങളും കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്യേണ്ട SMS ഫോർമാറ്റ് ഇതാണ്: GKE_KRT നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന മാർക്ക് ഔട്ട് ഓഫ് 10 to this number. വേണ്ട നമുക്കിനി രോഗങ്ങൾ, വ്യാധികൾ വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം മാലിന്യമുക്തം. അടുത്ത മത്സരാർത്ഥിയായി ഈ വേദി പങ്കിടാനെത്തുന്നു മാങ്ങാട്ടിടം പഞ്ചായത്ത്.